ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചോദ്യം ചെയ്യലിന് വിധേയപ്പെട്ട ഒരാളാണ്. ലാസ്റ്റ് വർഷം തന്നെ എക്സൈസ് കുറെ ചോദ്യം ചെയ്തില്ലേ, അതിന് മുന്നേ കോടതിയിൽ കുറെ ചോദ്യം ചെയ്യപ്പെട്ടില്ലേ, അതിന് മുന്നേയും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ചോദ്യം ചെയ്യൽ എനിക്ക് കുത്തരിയുള്ള കാര്യമല്ല. ഒരു ആക്ടർ ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഡയലോഗ്സ് നമ്മൾ പറയുന്നതിന് മുന്നേ എന്തിന് ഞാൻ ഈ ഡയലോഗ് പറയണം, എന്തുകൊണ്ട് ഇയാളുടെ അടുത്ത് പറയണം എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതൊരു ആക്ടർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തിന് ഞാൻ ഈ ഡയലോഗ് ചോദിക്കണം. ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവോ? നെഗറ്റീവ് എനർജി ഓൾറെഡി ഉണ്ടല്ലോ. പോസിറ്റീവ് എനർജി പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിലല്ലേ ലൈറ്റ് കത്തുള്ളൂ. അതെ, പോസിറ്റീവ് ആണെങ്കിൽ ലൈറ്റ് കത്തുവോ? ഓ അങ്ങനെ. പക്ഷേ നെഗറ്റീവ് എനർജിയുടെ ഫ്ലോ ആണ് ഇലക്ട്രിസിറ്റി. നെഗറ്റീവും പോസിറ്റീവും കൂടി വരുമ്പോഴാണ് ഒരു ബൾബ് കത്തുന്നത് അല്ലേ? ഇപ്പൊ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണല്ലോ ചോദിക്കുന്നത്. നീ അങ്ങനെ ചെയ്യരുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറച്ച് കോൺഷ്യസ് ആവും കൂടുതൽ. പിന്നെ നമുക്ക് എന്തുണ്ടാണെങ്കിലും നമ്മൾ അതിനെ കണക്ട് ചെയ്ത് വിടും. മനസ്സിലായ? അപ്പൊ ഒരു ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മുന്നേ കേട്ടിട്ടില്ലേ, ലൊക്കേഷനിൽ അതുണ്ടായി, അവിടെ പ്രശ്നം ഉണ്ടായി, അതിനുശേഷം അവർ പൂജ ചെയ്തു അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്തതിനു ശേഷമാണ്. ഒരുപാട് നമ്മൾ വിഷമകരമായ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ട സ്ഥലമാണ് സിനിമ. നമ്മൾ നിരാശരായി പോകും ഒരുപാട് സമയങ്ങൾ. ഈ നിരാശരാകുമ്പോൾ നമ്മൾ വിചാരിക്കണം നമ്മൾ തഴയപ്പെടുകയും നമ്മൾക്ക് ഇനി ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ വരുമ്പോഴും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം. ഞാൻ പല ദിവസങ്ങളിലും രാത്രിക്ക് അറിഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക്. അതൊന്നും ആരോട് പറയില്ല. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും നമുക്കൊരു പുതിയ ദിവസമാണ്. അതൊക്കെ ആൾക്കാർ മറന്നുണ്ടാവും. നമുക്ക് പുതിയ അവസരങ്ങൾ കിട്ടും. ഇതെനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രശ്നമില്ല. കാരണം ഒരു കാര്യം എനിക്ക് ചെയ്യാനുണ്ട്, അതിന് സമയം മാറി അത് അടുത്ത ഓപ്ഷൻ അല്ലെങ്കിൽ അടുത്ത അവസരം വരും എന്നറിയാം. ഞാൻ പേരൊക്കെ നമ്മളെ കറക്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പേര് പറഞ്ഞു രാഹുൽ മാധവ് അല്ല, പേര് മാറ്റി പറയുമ്പോഴേ ഷിജിന ജോസ് പ്രകാശ്. ചെറിയ മോഡലിംഗ് ഒക്കെ ഉണ്ട് ഇടയ്ക്ക്. ഞാൻ എല്ലാവരും വായി നോക്കുകയും വായി നോക്കാന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നോക്കുക, വായി നോക്കുക എന്ന് പറയാ. ഗാലറി, എന്റെ ഗാലറി കണ്ടിട്ടാ തുടങ്ങിയില്ലായിരുന്നു. അപ്പൊ തുടങ്ങാൻ പോവാ നമ്മള്. ഹായ്, ഹലോ, നമസ്കാരം. സൈന സർപ്രസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബാക്കിയുള്ള പ്രേക്ഷകരൊന്നും കണ്ടേ ഇല്ല, ഇത് നമ്മൾ സൈനക്ക് മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് കോണ്ടന്റ് ആണ്. പിന്നാലെ നിങ്ങളുടെ ചാനലിന്റെ പേര് സൈന ജോയിൻ ചെയ്യാൻ പോണോ ഞങ്ങള്? ഷൈൻചേട്ടാ പഴയ എനർജിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ല, ആ ചോദ്യങ്ങളൊന്നും ഇല്ല. പഴയ ഒരു ഇന്റർവ്യൂവിന്റെ ഓർമ്മ എടുത്തത് എനിക്ക് ട്രോമയാ. വേണ്ട. പിന്നാലെ ഞാൻ ഈ പോസ്റ്റ് കാണുന്ന സമയത്ത് എല്ലാവരുടെ ഫേസിൽ ഒരു ഞെട്ടലുണ്ട്, ടെൻഷൻ ഉണ്ട്, ഒരു പേടിയുണ്ട്. ആൻഡ് എന്താണ് പിന്നാലെ എന്ന സിനിമ? നിങ്ങളുടെ പിന്നാലെ കാണുന്ന പോസ്റ്റർ നോക്കിക്കൊണ്ട് പറയൂ, പിന്നാലെ എന്ന സിനിമ എന്താണ്? കുട്ടികൾക്കും ഇവരും 4 പേരും അത്യാവശ്യം ഞെട്ടലുണ്ട്, പേടിയൊക്കെ ഉണ്ട്. രാഹുലിന്റെ മുഖത്ത് ഒരു നിഗൂഢതയുണ്ട്, എന്റെ മുഖത്ത് പിന്നെ ശാന്തതയാ, അച്ഛന്റെ മുഖത്ത്, വികാരി അച്ഛന്റെ മുഖത്ത് ഒരു സങ്കടമൊക്കെ ഉണ്ട്. ടോട്ടലി ഞാൻ ഈ വരുന്ന സമയത്ത് ഡയറക്ടറോട് സംസാരിച്ചു. കാരണം ഞാൻ എവിടെയും പോസ്റ്റ് അല്ലാതെ ഈ സിനിമയെ കുറിച്ച് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എവിടെയും കാണിച്ചിട്ടില്ല, ട്രെയിലറും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അപ്പോഴാണ് ക്യൂരിയോസിറ്റി വരാ. പക്ഷെ എനിക്ക് ഡയറക്ടർ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഡയറക്ടർ കറക്റ്റായിട്ട് എത്ര സമയം പറഞ്ഞു തന്നു? ഏകദേശം ഒരു 10-15 മിനിറ്റ് പറഞ്ഞു. ഏറ്റവും വലിയ പടം അവരാണ് ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് പുറകെ ഇരുന്നിട്ട്. ടീം എല്ലാരും കൂടെ അല്ലേ? അത് ഇവിടുത്തെ സെറ്റിയൻ നമ്മുടെ ട്രെയിലർ കാണിക്കാൻ വേണ്ടിട്ട്. ഇവര് ആദ്യമായിട്ട് അതുകൊണ്ടല്ലേ നോക്കി നിൽക്കുന്നത്. രാഹുൽ ചേട്ടാ പറയൂ. ഒരു പാരനോർമൽ ഹൊറർ എന്ന് വേണം ജോണർ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല. എനിക്ക് ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പ്രശ്നം ജോണർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അങ്ങനെ ഒരു ജോണറിൽ വേണം കാറ്റഗറൈസ് ചെയ്യാം. ഇതിൽ ഞാൻ മാത്രം ബാച്ചിലറിലോട്ടാ. എന്റെ കല്യാണം കഴിഞ്ഞു. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ല ജീവിക്കണത്? ലിവിംഗ് ടുഗദർ അല്ലേ? ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. ഞാൻ സിംഗിൾ ആണ്. He is single and bachelor and still looking for girls. Still. Okay. ഒരു ജോണറിലുള്ള ഒരു പടമാണ്. അപ്പൊ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു.
ഒരു കത്തോലിക്ക സഭ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആംബിയൻസിൽ പറയുന്ന ഒരു കഥ സിനിമയാണ്. ഒരു കോൺവെന്റ് അതിൽ അവിടെ ഒരു ചുരുക്കത്തിൽ പറയാൻ പോയി കഴിഞ്ഞാൽ കഥ ഫുള്ള് പറയാം. കഥ ഫുള്ള് പറയാം എന്തായാലും. വേണ്ട 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 അത് വേണ്ട നമുക്ക്. എക്സോർസിസം ആണ്, ഐ മീൻ ഭൂതോച്ചാടനം. എക്സോർസിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഭൂതോച്ചാടനം. കിട്ടി പുതിയൊരു മലയാളം. തകർക്കും. ഇനി അടുത്ത 2 ഇന്റർവ്യൂ ഷൈൻ ചേട്ടൻ പൊളിക്കുന്നൊക്കെ. അതിന്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ ഡയറക്ടറോട് ചോദിച്ച സമയത്ത് ഞാൻ ഗബ്രീന്റെ ക്യാരക്ടർ എന്താ ചോദിച്ചപ്പോ ആള് പറയുന്നില്ല, വിട്ട് പറയുന്നില്ല. അതായത് കട്ട് ചെയ്തിട്ട് സോണി എന്ന് പറഞ്ഞ എന്റെ ക്യാരക്ടറിന്റെ പേര് സാധാരണ ഒരു പയ്യൻ. ഞാൻ വിചാരിച്ചു സോണി എന്ന് പറയുമ്പോ ഞാൻ ക്യാമറ ഈ ക്യാരക്ടർ സീൻ എന്നാ വരുന്നത്, ഈ സീൻ എന്നാ വരുന്നത്. ഞാൻ ചെയ്തെങ്കിലും പെൺകുട്ടികളായിരിക്കും സോണി. സോണിയായിട്ട് എനിക്ക് സീനും ഉണ്ട്, അത്യാവശ്യം ഒറ്റയ്ക്കുള്ള സീനുകള്. ലാസ്റ്റ് വന്നപ്പോ ഈ സോണിയാ. കാരണം എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ വരുന്നത് ഷൈൻചാന്റെ കൂടെയാണ്. മനസ്സിലാവും. ഒരുപാട് ലാറ്റിൻ പദങ്ങൾ ഈ സിനിമക്ക് വേണ്ടിട്ട് ഗബ്രി ഓൾറെഡി ലാറ്റിൻ കുറെ വാക്കുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ഡയറക്ടർ പറഞ്ഞു. ഇതിനെ കുറിച്ച് എങ്ങനെ ആൾക്ക് ഇത്രയും അധികം നോളജ് കിട്ടിയെന്ന് ഒരു ധാരണ. ഇത് ക്രിസ്ത്യാനികൾക്ക് നോർമലി എല്ലാവർക്കും ഐഡിയ ഉണ്ടാവും. ഈ എക്സോർസിസം എന്താന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. സിനിമ കാണുന്ന എല്ലാവർക്കും, ഹോളിവുഡ് സിനിമ കാണുന്ന എല്ലാവർക്കും എക്സോർസിസം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും. ഹോളിവുഡ് സിനിമ ഞാനും കാണാറുണ്ട്. 10 മിനിറ്റ് എക്സോർസിസം എന്താണെന്ന് അറിയില്ലായിരുന്ന എനിക്ക്. ഞാനുള്ളത് എക്സോർസിസം ഉണ്ടായിരുന്നില്ല. 10 മിനിറ്റ് ഉണ്ടാവുള്ള പടങ്ങൾ. പക്ഷെ എക്സോർസിസം എന്താണെന്ന് അറിയില്ലായിരുന്നോ? അത് ആ ചേട്ടൻ്റെ ഇംഗ്ലീഷ് പടം തന്നെയാ, കുറച്ച് ഇംഗ്ലീഷ് വാക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ കൊറേ തകർപ്പൻ ലാറ്റിൻ വാക്കുകളൊക്കെ പഠിച്ചിട്ട് ഡയലോഗ് പറഞ്ഞു എന്ന് പറഞ്ഞു. ഡയലോഗ് വെറുതെ അല്ലേ ഇവിടുത്തെ ആത്മാക്കളൊന്നും പോകാത്തത് ആൾക്കാർ. നമ്മള് പറഞ്ഞ പ്രാർത്ഥന അവർക്ക് മനസ്സിലാവും. ചിലവര് നാട് വിട്ട് തന്നെ പോകും, രാജ്യം വിട്ട് തന്നെ 2 ദിവസം കൊണ്ടൊക്കെ തിരിച്ചു വരും. നിങ്ങൾക്ക് ഞാൻ നോക്കുന്ന സമയത്ത് ആരെ നോക്കണം? അല്ല, ഈ പോസ്റ്റർ നോക്കുന്ന സമയത്ത് കറക്റ്റ് അച്ഛൻ ലുക്ക്. ആർക്കാ അച്ഛൻ ലുക്ക് ശരിക്കുള്ളത്? പുള്ളി അച്ഛനാ ശരിക്കും. ഈ നമ്മുടെ കൊച്ചച്ഛൻ ആ ലുക്ക് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ കൊച്ചിന്റെ അച്ഛന്റെ കാര്യം. അച്ഛൻ പക്ഷെ ഈ അച്ഛൻ കുറച്ചും കൂടി ഭയങ്കര കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയ ഒരു പോലീസ് ഒക്കെ ഉള്ള ഒരു അച്ഛൻ. ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അത് ഒരു ദേവിളി കാരണം ഇങ്ങനെ പള്ളിയിലോട്ട് ഇങ്ങനെ അച്ഛനാവുന്നതാ. അപ്പൊ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും അത് അതിന്റെ ടാഗ് ലൈൻ ഇസ് വെരി ആപ്റ്റ്. അത് വെൻ ഇൻവെസ്റ്റിഗേഷൻ വെൻ the police investigation ends the spirit takes over എന്ന് പറയുന്നത്. ഈ 2 ടാഗ് ലൈൻ. ഒരു വലിയ വൈദികനെ വിളിക്കുന്നു. ആ വൈദികനാണ് ഫാദർ റിച്ചർഡ്. വലുതെന്ന് പറഞ്ഞാൽ ദിനോസറിന്റെ അത്ര വലിപ്പമുള്ള ഷൈൻചേട്ടന്റെ അത്ര വലിപ്പമുള്ള ഒരാള്. അദ്ദേഹം വന്ന് ഇത് സോൾവ് ചെയ്യാൻ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതാണ് കഥ. ഇതിനപ്പുറത്തേക്ക് പറഞ്ഞ കഥ മൊത്തം ഈ പിന്നാലെ എന്ന് പറഞ്ഞാൽ ഓരോ പ്രശ്നത്തിന് പിന്നാലെ പിന്നാലെ നിങ്ങളുടെ ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞ ഈ സിനിമ എന്ന് പറയുന്നത്. അന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുകയില്ല പിന്നാലെ കുറെ പേര്. ഇപ്പൊ ചോദിക്കട്ടെ, ഇപ്പം ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ അതിനു മുമ്പ് ഒരു കുറേ പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാൻ ഡയറക്ടറോട് സംസാരിക്കുന്ന സമയത്ത് ഷൈൻ ചേട്ടൻ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഒത്തിരി സത്യം പറയണ്ട, ഇനി അധികം പറയണ്ട. ഞാൻ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആയതൊന്നല്ല, അങ്ങനെ ആയിപ്പോയതാ. നമ്മളെ കൊണ്ട് ആ ജീവിതം ദൈവമായിട്ട് തന്നെ ചെയ്യിപ്പിച്ചതായിരിക്കാം. ഞാൻ അങ്ങനെ ഒരു വലിയൊരു ഗുണം എന്ന് വെച്ചാൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആണെങ്കിൽ പോലും സെറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വൺസ് ഈസ് ഇൻവോൾവ് ഈസ് ടോട്ടലി പിന്നെ എന്തൊക്കെ ചെയ്താലും ആ ക്യാരക്ടർ ചെയ്ത പോലെ നമുക്ക് തോന്നുള്ളൂ. ഇത് അത് വിട്ടുപോകില്ല. കാരണം ആ ഒരു കോൺവെന്റില്ല നമ്മൾ താമസിച്ച സ്ഥലം സൗരഭ്യ എന്ന് പറയുന്ന അതൊരു ആശ്രമം പോലത്തെ പരിപാടിയാണ്. അത് അവിടെ അതൊരു ആശ്രമം പോലത്തെ സെമിനാരിയിലൊന്നും എന്നെ എന്തായാലും കേട്ടില്ല. അവിടെയാണ് താമസിച്ചത്. ഹോട്ടൽ ഉണ്ടായിരുന്നു. ഹോട്ടൽ വേണ്ടെന്ന് പറഞ്ഞ് മാറി അദ്ദേഹം തന്നെ അവിടെ തന്നെ. ചോദിക്കുന്നത് അത് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യേണ്ട ഒരു യാതൊരു കാര്യമില്ല. അത് അങ്ങനെ ചിലപ്പം അതൊക്കെ ആയിരിക്കാം. ഭയങ്കര ഡിവിനിറ്റിയിൽ നിന്നിട്ട് അങ്ങനെ ഒരു ആശ്രമത്തിൽ നമുക്ക് തോന്നിയ സമയത്ത് ഇറങ്ങി പോവാനോ തോന്നിയ സമയത്ത് വന്ന് കയറാനോ പറ്റില്ല. ഇനി അങ്ങനെ വന്ന് കയറുമ്പോ ആരും നമുക്ക് വാതിൽ തുറന്നു തരൂല. അങ്ങനെ വാതിൽ ആരെങ്കിലും തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ അയാൾ അത്രയും നന്മയുള്ള ഒരാളാണെന്ന് വിചാരിച്ചപ്പോ. 4ാമത്തെ സിനിമ ഷൈൻ്റെ കൂടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിലും നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സാധാരണ ആക്ടേഴ്സ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ വിട്ട് ഫിനാൻഷ്യൽ മാറ്റേഴ്സിലാണെങ്കിലും റെമ്യൂണറേഷൻ, ആ പടം നടക്കുവാണെങ്കിലും റെമ്യൂണറേഷൻ എന്നാലും ഞാൻ പറയുക ഭയങ്കര കമ്മിറ്റ്മെന്റ് അല്ല ചെയ്യുന്നില്ല. അതുകൊണ്ട് നടക്കണം, പ്രോജക്ട് നടക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഒത്തിരി കാര്യങ്ങൾ. ഇപ്പൊ ഷോട്ട് നടക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര ഇൻവോൾവ്മെന്റ് ആണ്. അപ്പോ
ചോദ്യങ്ങൾ ചോദിക്കുന്നതാണെങ്കിൽ അതിനു മുമ്പും That's something that I've noticed, ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു കാരണം ഞാൻ കുറേ- ആയിപ്പോ ഒരു ഹൊറർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന പടങ്ങൾ പോലെ അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണം. അപ്പൊ ഓൾറെഡി ഇതേ ഉള്ളത് കൊണ്ട് കുറെയൊക്കെ ഇറ്റ്സ് വെരി ബിലീവബിൾ. നമ്മൾ ആലോചിക്കാത്ത കുറെ ലെയറുകൾ പുള്ളി ഡയറക്ടർ എടുത്ത് ചോദിക്കും. അപ്പൊ ഇതിങ്ങനെ ഇതങ്ങനെ ഇതെങ്ങനെയെന്ന് ചോദിക്കും. അപ്പോഴാണ് ഞാൻ ചില സമയത്ത് ആലോചിക്കണത്, ഓ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്നുള്ളൊരു സംഭവം. ടെക്നിക്കലി നല്ല സ്ട്രോങ് ആണ്, ഏരിയ ആയതുകൊണ്ട് നല്ല സ്ട്രോങ്. അപ്പൊ പിന്നെ ആ കാര്യങ്ങൾ സോ ഇറ്റ്സ് വെരി നൈസ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചോദ്യം ചെയ്യലിന് വിധേയപ്പെട്ട ഒരാളാണ്. ലാസ്റ്റ് വർഷം തന്നെ എക്സൈസ് കുറെ ചോദ്യം ചെയ്തില്ലേ, അതിന് മുന്നേ കോടതിയിൽ കുറെ ചോദ്യം ചെയ്യപ്പെട്ടില്ലേ, അതിന് മുന്നേയും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ചോദ്യം ചെയ്യൽ എനിക്കൊരു പുത്തരിയുള്ള കാര്യമല്ല. തിരിച്ചു ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ടല്ല, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, അതായത് ഒരു ആക്ടർ ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഡയലോഗ്സ് നമ്മൾ പറയുന്നതിന് മുന്നേ എന്തിന് ഞാൻ ഈ ഡയലോഗ് പറയണം, എന്തുകൊണ്ട് ഇയാളുടെ അടുത്ത് പറയണം എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതൊരു ആക്ടർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തിന് ഞാൻ ഈ ഡയലോഗ് ചോദിക്കണം, അല്ലെങ്കിൽ എന്തിന് ഞാനിത് പറയണം, ഇയാളോട് പറയണം, ഇപ്പൊ പറയണം എന്നുള്ളതാണ് നമ്മൾ മൂന്നും നോക്കേണ്ടത്. ഇത് മൂന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണം. അത് നമ്മൾ പറയണമെങ്കിൽ അപ്പോൾ ഡയറക്റ്റ് നമ്മൾ കൺവിൻസ് ചെയ്യപ്പെടണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോജിക് പരമായിട്ട് നമുക്ക് കഥ അറിയാം, സ്ക്രിപ്റ്റ് മുഴുവൻ പഠിച്ചിട്ടൊന്നുമല്ല. നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് തന്നിട്ടുണ്ടായിരിക്കും ഡയറക്ടർ. ഈ സ്കെച്ചിന് പുറത്തേക്കുള്ള രീതിയിലുള്ള സംഭവങ്ങളും ആണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ചോദിക്കും. അത് ചോദിച്ചാലാണ് നമുക്ക് നമ്മുടെ ക്യാരക്ടറിനെ റിഫൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, മോൾഡ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഡയറക്ടർ ഈ എല്ലാ ക്യാരക്ടേഴ്സിനെയും അല്ലെങ്കിൽ മൊത്തം സെറ്റും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തലയിലേറ്റ് ചിന്തിച്ച് നടക്കുന്ന ആളാണ്. ഇയാൾക്ക് പെർട്ടിക്കുലർലി ഇത്രയും ഡീറ്റെയിൽ ചെയ്ത് ആലോചിക്കാൻ പറ്റില്ല. ഒരു ക്യാരക്ടറിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരിക്കാം, എന്നാലും അത് പുറത്തുനിന്ന് ആലോചിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ ക്യാരക്ടറായിട്ട് വരുന്ന സമയത്ത് എനിക്ക് ഇത് മാത്രം ആലോചിച്ചാൽ മതി. ആക്ടർ അപ്പോൾ ആ ക്യാരക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആലോചിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ ചോദ്യങ്ങൾ ഡയറക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാരക്ടറിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ചെയ്ത് ചെയ്യാം. ഞാൻ പറഞ്ഞ ആ ഡീറ്റെയിലിംഗ് ആണ് ഒരു ക്യാരക്ടറിനെ മറ്റു ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇപ്പൊ തുടക്കക്കാർക്ക് അത് ഭയങ്കര പ്രയാസമായിരിക്കും. ഇപ്പൊ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നടൻ വന്നിട്ട് ഡയറക്ടറോട് ചോദിക്കുകയാണ്, ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ തയ്യാറാവും. പക്ഷെ തുടക്കക്കാർക്ക് അങ്ങനെ ഡൗട്ട് ചോദിച്ചാൽ ക്ലാരിറ്റി നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയവും ഡിമാൻഡ് ചെയ്യേണ്ട സമയവും സിനിമയിൽ നമുക്ക് മനസ്സിലാവണം. അതാണ് സിനിമയിലെ ഒരു കാര്യം. ചോദിക്കുന്നതിലൊരു കാര്യമുണ്ട്. എല്ലാവരും അതെ കാര്യം ചോദിക്കുന്ന രീതി, അത് ആരോട് എങ്ങനെ എപ്പോ. ഷോർട്ട് എടുത്തോണ്ടിരിക്കണതിന്റെ ഇടയ്ക്ക് വന്ന് ഇപ്പൊ ഗബ്രിക്ക് ചിലപ്പോ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല എന്നിരിക്കും. രാഹുലിന് മനസ്സിലാവും എപ്പോഴാണ് രാഹുൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്, പ്രധാനമായിട്ടും ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിനൊക്കെ സിനിമയിൽ ഒരു സമയമുണ്ട്. ഈ സമയം തെറ്റി ചെയ്യുമ്പോൾ സിനിമയിൽ ഒന്നും വർക്കാവില്ല. അല്ല, ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ വരുമ്പോൾ ഇയാൾ ഒരു നല്ല ആക്ടറാണെന്നൊരു തെറ്റിദ്ധാരണ വരാൻ തുടങ്ങുമ്പോൾ അപ്പൊ നമുക്കൊരു അമ്മേ ഇതിപ്പോ നമ്മൾ ചോദിക്കണം, നമ്മുടെ ചോദിക്കല്ലോ എന്ന്. അല്ല, പിന്നെ ആ സിനിമയിലൂടെ നീതി പുലർത്തണമെങ്കിൽ നമ്മൾ നോർമലായിട്ട് ചോദിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇവൻ എന്ത് ചോദിക്കുന്നത് അങ്ങനെ പറയാം, ഇല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എന്ത് പറയാം. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ യു. ഞാൻ പക്ഷെ ചോദിക്കുന്നത് എന്തായാലും ഞാൻ ചോദിക്കും. അത് അൾട്ടിമേറ്റ്ലി കോൾ നിങ്ങളുടെയാണ്, നിങ്ങളാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യണം. ബബവാർ എന്ത് പറയാം ഞാൻ പറയും. എൻ്റെ ഒരു പട്ടിയാണെങ്കിൽ ഒരു പടത്തിൽ പട്ടിയായിട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ ബോബോ എന്ന് പറയും. അത് എങ്ങനെ ബോബോ ഒറ്റത്ത് ഏത് ലെവലിൽ വേണം നിങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ സോ അൾട്ടിമേറ്റ്ലി ദ കോൾ ഇസ് യോർസ്. ഡയറക്ടർ എന്ത് പറയുന്നു, അല്ലേ സിനിമ ഡയറക്ടറുടെ മീഡിയം ആണല്ലോ. ആസ് എ ബിഗിനർ സംടൈംസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ അത് മാറ്റണമെങ്കിൽ ഉറപ്പായിട്ടും അവർ ആ ഷോട്ട് കഴിയുമ്പോൾ പറയും ഓക്കെ അത് വർക്കായില്ല, അതിന് പകരം ഇന്നത് വേറെ രീതിയിൽ ചെയ്യാം. പിന്നെ പുതിയ ആൾക്കാരാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംശയം ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ ആദ്യമേ ചോദിക്കാൻ അങ്ങോട്ട് ചെയ്യാം. മാറ്റണമെങ്കിൽ അവർ പറയും, കട്ട് ചെയ്തിട്ട് പിന്നെ മാറ്റണമെങ്കിൽ അവർ പറയല്ലോ ഓക്കെ ആയി ഓക്കെ അങ്ങോട്ട്. പലപ്പോഴും ചോദിക്കാൻ നിന്ന് ചിലപ്പോ വേണ്ടെന്ന് പറയും. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമയാകുമ്പോ പൊതുവേ നമുക്ക് ധാരണയുണ്ട് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവോ? നെഗറ്റീവ് എനർജി ഓൾറെഡി ഉണ്ടല്ലോ. പോസിറ്റീവ് എനർജി പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിലല്ലേ ലൈറ്റ് കത്തുള്ളൂ. അതെ, പോസിറ്റീവ് ആണെങ്കിൽ ലൈറ്റ് കത്തുവോ? ഓ അങ്ങനെ. പക്ഷേ നെഗറ്റീവ് എനർജിയുടെ ഫ്ലോ ആണ് ഇലക്ട്രിസിറ്റി. നെഗറ്റീവും പോസിറ്റീവും കൂടി വരുമ്പോഴാണ് ഒരു ബൾബ് കത്തുന്നത് അല്ലേ?
in a way, yeah. In a way. ഇപ്പൊ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അതാണല്ലോ ചോദിക്കുന്നത്. അതെ അല്ലെങ്കിൽ ഈ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോ ഓരോരുത്തർക്കും ഓരോ അപകടങ്ങൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു. അല്ല ഇത് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോ അത് ടൈമിങ്ങിന്റെ ആവാം. ലൈക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഈ സിനിമ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അപകടം, അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോ ആ ടൈമിങ് അങ്ങനെ ഒരു ലീനിയർ ആയിട്ട് വന്നതുകൊണ്ടാവാം. പിന്നെ ഹ്യൂമൻ ബ്രെയിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഇൻസിഡന്റിനെയും നമ്മൾ റാഷണൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. അപ്പൊ ഞാനിപ്പോ ഇത് ചെയ്തോണ്ടിരുന്ന സമയത്ത് എനിക്ക് ഈ അപകടം പറ്റുന്ന സമയത്ത് എന്റെ മനസ്സ് ചിലപ്പോൾ പറയും ചിലപ്പോൾ ഇത് ചെയ്തത് കൊണ്ടായിരിക്കാം. പിന്നെ വി ആർ ഡീലിംഗ് വിത്ത് സംതിങ് ദാറ്റ് വി ഡോണ്ട് നോ. അതായത് ഈ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഈവിൽ സ്പിരിറ്റ് അങ്ങനെ എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റി സംഭവത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഇല്ല. അത് അപ്പൊ അതിനെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഓബ്വിയസ്ലി വേറെ എന്തെങ്കിലും വരുമ്പോൾ ബ്രെയിൻ അത് കൂട്ടി കണക്ട് ചെയ്യാനായിട്ടുള്ള നോക്കാൻ അതും ആവാം. അതല്ലാതെ എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരനോർമൽ ആയിട്ട് കുറച്ചും കൂടി കൂടുതൽ എടാ നീ അങ്ങനെ ചെയ്യരുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറച്ച് കോൺഷ്യസ് ആവും കൂടുതൽ. പിന്നെ നമുക്ക് എന്തുണ്ടാണെങ്കിലും നമ്മൾ അതിനെ കണക്ട് ചെയ്ത് വിടും. മനസ്സിലായ? അപ്പൊ ഒരു ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മുന്നേ കേട്ടിട്ടില്ലേ ലൊക്കേഷനിൽ അതുണ്ടായി, അവിടെ പ്രശ്നം ഉണ്ടായി, അതിനുശേഷം അവർ പൂജ ചെയ്തു അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്തതിനു ശേഷമാണ്. ആക്ച്വലി ഞാൻ തെയ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് തെയ്യം വേഷം കെട്ടി ആടുന്ന ഒരു സീനിന് വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ കാശ് കൊടുക്കാനായിട്ട് നമ്മൾ ഡാഡി ചെന്ന്, അപ്പോൾ അയാൾ ഒന്ന് കാശ് വേണ്ട, ഇത് ഞങ്ങൾ സിനിമയിൽ വേഷം കെട്ടുന്നതാണെങ്കിൽ കൂടി അവർ നോമ്പെടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. നോമ്പെടുക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരുക്കങ്ങൾ, അത് വെറുതെ വേഷം കെട്ടിയിട്ട് ചെയ്യണതല്ല. അപ്പം ഞാൻ ആലോചിച്ചു നമ്മൾ എത്രയോ വേഷങ്ങൾ വെറുതെ വേഷം മാത്രമായിട്ട് കെട്ടിയിട്ട് സിനിമയിൽ വരുന്നു. അതായത് ഞാൻ അച്ഛനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് അച്ഛനായിട്ട് ചെയ്യേണ്ട ഒരുക്കങ്ങളൊന്നും ചെയ്യുന്നില്ല, വെറുതെ ആ ഡ്രസ്സ് ഇട്ടത് കൊണ്ട്. അപ്പം ഞാൻ ആ സമയങ്ങളിൽ കുറച്ച് ഒരുക്കത്തിലാണ് വന്നത്. എല്ലാ ദിവസവും കുർബാന കൊടുവായിരുന്നു, എല്ലാ ദിവസവും അവിടെ പള്ളി തന്നെ മാത്രമേ ഉള്ളൂ. പ്രിപ്പറേഷൻ ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ പിന്നെ ഓബ്വിയസ്ലി നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആവും. അല്ല എങ്ങനെ എന്ത് അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട് ഇത് എങ്ങനെയാ പറയേണ്ടത് എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾക്ക് ഇൻ ഹൗസ് ആയിട്ട് ഒരു എക്സോർസിസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പൊ ആളുടെ അടുത്തുനിന്നും നമുക്ക് കുറെ ബ്ലെസ്സിങ്സും പിന്നെ ഇന്ന രീതിയിൽ ചെയ്യണം പിന്നെ ഡീൽ ചെയ്യും. ഓബ്വിയസ്ലി ഒരു നെഗറ്റീവ് എനർജീനെ കുറിച്ച് നമ്മൾ മോശമായിട്ട് അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് റിപ്പർക്കഷൻസ് ഓബ്വിയസ്ലി. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് നാളത്തേക്ക് ഒന്ന് ഇതിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്, എന്നെ ഒന്ന് ഒഴിവാക്കി തരണമേ പ്ലീസ്. തിരിച്ചു വരാം, കുറച്ചൊരു ഗ്യാപ്പ് എടുക്കാം. എനിക്കൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടേ ലാസ്റ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഇനി ഇന്റർവ്യൂ. അല്ലല്ല നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ ഒരു ചെറിയൊരു ആക്സിഡന്റ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്തെ ഇപ്പം അതിൽ യൂസ് ചെയ്ത കൊന്ത, ഷൈൻചേട്ടൻ യൂസ് ചെയ്യുന്ന കൊന്ത വരെ ചെറുതായിട്ട് മാറിയപ്പോ അതുവരെ ആള് ഭയങ്കര നോട്ടീസ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാനാണല്ലോ കൊന്ത സെലക്ട് ചെയ്തത്. അതൊക്കെ ഒരു ആക്ടറുടെ ഒബ്സർവേഷൻ. ഞാൻ 7-8 വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാനത് ഓർത്തില്ലെങ്കിൽ എന്നെ ഒലക്കിക്കതല്ലേ, അതല്ലാണ് മനസ്സിലായോ? ഓബ്വിയസ്ലി അതൊരു ആക്ടറുടെ ഡ്യൂട്ടിയാണ്. വർക്ക് ചെയ്ത കാരണേ അത് എനിക്ക് ഞാൻ ചെയ്തില്ലെങ്കിൽ എന്നെ കുറ്റം പറയും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? ശരിക്കും അസിസ്റ്റന്റ് ഡയറക്ടർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ചെറിയ മൈന്യൂട്ട് ഒരു ആക്ടറിന് ആർട്ടിസ്റ്റിനും ഏതൊരു വ്യക്തിക്കും ഒരു സിനിമ ലൊക്കേഷനിൽ വന്നിട്ട് ഇനി എന്ത് വലിയ നടനാണെങ്കിലും പെർഫോം ചെയ്യാൻ ഒരു സമയവും ഒരു ഇൻഹിബിഷൻസ് ഉണ്ടാവും ഒരുപാട്. അത് മാറാൻ സമയമെടുക്കും. അത് മാറുന്നത് എങ്ങനെയാ? ആ സ്ഥലവുമായിട്ടും ആളുകളുമായിട്ടും പരിചയമാവണം. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന രീതിയിൽ ഞാൻ 7-8 വർഷം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ സ്ഥലം വളരെ പരിചിതമാണ്. എന്താണ് ആ ഫ്രെയിമിൽ നടക്കുന്നത്, എന്താണ് ആ ഫ്രെയിം, എന്തൊക്കെയാണ് ഫ്രെയിം, അവിടെ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് സംഭവിക്കാന്ന്, അത് എന്നെ വളരെ ഹെൽപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ, മനസ്സിലായി? അതിനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, പരിചയം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലവുമായുള്ള പരിചിതപ്പെടൽ അതാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. എനിക്കിപ്പോൾ ഇവിടെ വരുമ്പോഴും ഇൻഹിബിഷൻസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഏത് ലൊക്കേഷനിൽ എന്നാലും ഇൻഹിബിഷൻസ് ഒന്നുമില്ല. എന്താണ് അവിടെ നടക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവുന്നുള്ളൂ. പക്ഷെ പുതിയതായിട്ട് വരുന്നവർക്ക് അങ്ങനെയല്ല. ഇപ്പൊ രാഹുലിന് അതിപ്പോ മാറിയിട്ടുണ്ടാവും, ഗബ്രിക്ക് ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഗബ്രിന് എത്ര ഡയറക്ടറുടെ ഫ്രണ്ട് ആണെങ്കിൽ കൂടി അവിടെ അത് അറിയാത്ത ഒരുപാട് വേറെ ആൾക്കാർ വന്നിട്ട് ഇൻസ്ട്രക്ഷൻസ് തരും. ഈ ഇൻസ്ട്രക്ഷൻസ് എപ്പോഴും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. അത് 1 നിന്ന് 10ലേക്ക് എത്തുമ്പോൾ 10 രീതിയിലായിരിക്കും. അല്ല, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ആക്ടറാണ് തീരുമാനം. ഐ മീൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നോ എന്നുള്ളത് നമ്മളുടെ തീരുമാനം. നമുക്ക് എന്താണോ വർക്ക് ആവുന്നത് അത് ചെയ്യുക. അത് ഡയറക്ടർക്ക് വർക്ക് ആയില്ലെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് ഓബ്വിയസ്ലി വെക്കുക. ആ ഓപ്ഷൻസ് മാറി ചെയ്യാൻ ഒരുപാട് നമ്മൾ വിഷമകരമായ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ട സ്ഥലമാണ് സിനിമ. നമ്മൾ നിരാശരായി പോകും ഒരുപാട് സമയങ്ങളിൽ. ഈ നിരാശരാകുമ്പോൾ നമ്മൾ വിചാരിക്കണം നമ്മൾ തഴയപ്പെടുകയും നമ്മൾക്ക് ഇനി ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ വരുമ്പോഴും
അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം. ഞാൻ പല ദിവസങ്ങളിലും രാത്രി കരഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക്. അതൊന്നും ആരോട് പറയില്ല, പറയേണ്ട കാര്യമില്ല. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും നമുക്കൊരു പുതിയ ദിവസമാണ്. അതൊക്കെ ആൾക്കാർ മറന്നിട്ടുണ്ടാവും, നമുക്ക് പുതിയ അവസരങ്ങൾ കിട്ടും. ഇതെനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രശ്നമില്ല. കാരണം ഒരു കാര്യം എനിക്ക് ചെയ്യാനുണ്ട്, അതിന് സമയം മാറി അത് അടുത്ത ഓപ്ഷൻ അല്ലെങ്കിൽ അടുത്ത അവസരം വരും എന്നറിയാം. പക്ഷെ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഇത് അറിയാൻ പറ്റില്ല. ഒരുപാട് പേര് നിരാശരായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഇപ്പൊ തന്നെ എത്ര പ്രാവശ്യം മേക്കപ്പ് ഇട്ടിരുന്നു എന്ന് പറഞ്ഞല്ലേ, സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്യാവശ്യം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ വൺ ഓഫ് ദ എനിക്ക് മോസ്റ്റ് ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റാവുന്ന ക്യാരക്ടറുള്ളവരാണ് ഇത്. അത്രയും ചലഞ്ചിങ് ആയിരുന്നു, ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും. ഇറ്റ് വാസ് വെരി ചലഞ്ചിങ് ഫോർ മീ. നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എനിക്ക് പേഴ്സണലി എൻ്റെ ക്യാരക്ടർ വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ലായിരുന്നു. അപ്പം ഞാൻ എല്ലാ ദിവസവും വരുന്നു, ഒരുപാട് നേരം എഫേർട്ട് ഇട്ടിട്ട് അവിടെ രാവിലെ തന്നെ വന്ന് അവിടെ ഇരിക്കുന്നു, രാത്രി 10 മണി വരെ ഷൂട്ട് പോയിട്ട് ഒരു ഷോട്ട് പോലും എടുക്കാൻ പറ്റാതെ വീണ്ടും വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു, വീണ്ടും പിറ്റേ ദിവസം വരുന്നു. ഈ വീണ്ടും പിറ്റേ ദിവസം വരുന്നതിന്റെ ഇടയിൽ ഇവന്റെ മാനസിക സംഘർഷം എന്താണെന്നായിരിക്കും, ഇവനെ മാറ്റുമോ? ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും. ഞാൻ ചെയ്തത് ശരിയായില്ല, അത് പേടിയുണ്ടാവും, ഇവരെന്ത് പറയാത്തത്, ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത്, വിളിക്കാത്തത്, ഇതിനൊക്കെ തരണം ചെയ്യും. ഇതിൽ പിന്നെ ജിസോ ചേട്ടൻ ആദ്യമേ പറഞ്ഞായിരുന്നു മാറ്റുന്നുള്ള പേടി ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എഫേർട്ട് നമ്മൾ രാവിലെ വന്ന്, പക്ഷെ അതെല്ലാം ഐ ബിലീവ് ദാറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ജോബ്. ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ഭാഗമാണ് ഈ സംഭവം. ഇപ്പൊ ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമ കിട്ടുന്നവരെയുള്ള ഒരു ദൂരം ഉണ്ടല്ലോ. നമ്മളിപ്പോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നടനാണ്, നമുക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടണം. ആ ദൂരം എങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യണം? അത് ആക്ച്വലി എന്നോടാ ചോദിക്കേണ്ടത്. ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് സിനിമ ആ ഒരു സ്പേസ് എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക? എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, ആക്റ്റീവായിട്ട് ഇരിക്കുക, വർക്ക്ഔട്ട് സിനിമകൾ കാണാം. സമയം കൊടുക്കരുത്. അയ്യോ അടുത്ത സിനിമ കമ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഏതാന്ന് അറിയില്ലല്ലോ എന്നുള്ള ആലോചന വരാതിരിക്കുന്ന അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. വാട്ട് ഇസ് ആൻ ആക്ടേഴ്സ് റിക്വയർമെന്റ്, എന്താണ്, ഞാൻ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ലാംഗ്വേജ് പറയാൻ പറ്റണം, അതിൽ ഇൻവോൾവ് ആവുക എന്നുള്ളതേ ഉള്ളൂ. ഈ പഠിക്കാന്ന് പറയുന്നത് അതെ, സിനിമ എത്ര മാറി ഷൈൻ ഇപ്പോ ഏരിയ വർക്ക് ചെയ്യുന്ന ഫിലിമിലാണ്, സിനിമ ഡിജിറ്റൽ ഇപ്പോ കുറെ മാറി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ടെക്നിക്ക് മാറിക്കൊണ്ടേയിരിക്കും, പക്ഷെ നമ്മൾ ആളുകളുമായിട്ടുള്ള ബിഹേവിയറും പരിപാടികളും ഒന്നും മാറുന്നില്ല. മനസ്സിലായ? ഇപ്പൊ എ.ആർ. റഹ്മാൻ ചെയ്ത മ്യൂസിക് തന്നെയാണ്, ഇളയരാജ ചെയ്ത മ്യൂസിക് തന്നെയാണ് എ.ആർ. റഹ്മാൻ ചെയ്യുന്നത്. പക്ഷെ എ.ആർ. റഹ്മാൻ ചെയ്യുന്ന മ്യൂസിക് കേൾക്കുന്നത് നമ്മൾ അതേപോലെയല്ല. അതിന്റെ പ്രോഗ്രാമിംഗ് മാറി, അതിന്റെ സൗണ്ട് ക്വാളിറ്റിയാണ് മാറ്റുന്നത്. ടെക്നിക്കൽ ആർട്ടാണല്ലോ സിനിമ. സംഗീതം തന്നെയാണ് രണ്ടുപേരും ചെയ്യുന്നത്, പക്ഷെ സംഗീതം ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയും അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ്സും അതിന്റെ പ്രോഗ്രാമിങ്ങും അതിന്റെ ക്വാളിറ്റിയും പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും മാറുന്നു. അതായത് അത് കേൾപ്പിച്ച ഒരു മ്യൂസിക് തന്നെയാണ് റഹ്മാന്റെ മ്യൂസിക്കും കേൾപ്പിക്കുന്നത് വേറെ രീതിയിലാണ്. അത് റോജ കാണുമ്പോൾ എനിക്ക് നെഞ്ചിലാണ് ആ പാട്ട് വന്ന് ഇടിക്കുന്നത്. അതായത് ആ ഒരു ക്വാളിറ്റി, പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂട്ടി ചേഞ്ച് ചെയ്തു. മ്യൂസിക് സെയിം ആണ്, പക്ഷെ അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട് ടെക്നിക്കലി. പക്ഷെ നമ്മൾ അഭിനയം എന്ന് പറയുന്നത്, ഒരു സീൻ ചെയ്യുന്നതും ആളുകളുടെ ഇമോഷൻസ് ഒക്കെ ഒരേ ഇമോഷൻ തന്നെയാണ് നമുക്ക് ഉണ്ടാവുന്നത്. പിന്നെ പുതിയ ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഈ നാട്ടിൽ വായ നോക്കി നടക്കുക, തേരാപ്പാര, ഇതൊക്കെ വളരെ അധികം ഹെൽപ്പ് ചെയ്യും ആക്ടറിനെ. എന്തും ഒരു ആക്ടറെ സംബന്ധിച്ച് നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ തൊട്ട് ആക്ഷൻസ് തൊട്ട് എഴുന്നേറ്റിരിക്കുന്നത് വരെ നമ്മൾ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് വി ആർ അവെയർ. എന്നാലേ നമുക്കത് അങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് ക്യാരക്ടേഴ്സ് തമ്മിൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറിലും എല്ലാ മാനേഴ്സും എൻ്റെ ആണെങ്കിൽ അത് വേറെ ക്യാരക്ടർ അല്ല, അത് ഗബ്രിയ. അത് സോണി ആവുന്നത് സോണിയുടേതായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറിയും സോണിയുടേതായിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസും സോണിയുടേതായിട്ടുള്ള മാനറിസംസും വരുമ്പോഴാണ് അത് സോണി ആവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡീപ്പ് ഇൻസൈഡ് നമ്മളും ഫീൽ ചെയ്യുന്നത് നമ്മളായിട്ട് തന്നെ ആയിരിക്കും. അപ്പൊ ഷൈൻ ചേട്ടനൊക്കെ ആ കാര്യത്തിൽ ഭയങ്കര നെക്സ്റ്റ് ലെവലാണ്. ലൈക്ക് ക്യാരക്ടറിലേക്ക് ഉൾക്കൊണ്ട്, കാരണം അത്രയും നേരം തമാശ പറഞ്ഞിരിക്കുന്ന ആള് ഷോർട്ട് റെഡി ആവുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ എന്റെ ആക്സസിൽ ക്യാമറ വയ്ക്കുന്ന സമയത്ത് എന്നെ ചിരിപ്പിക്കും. എന്നിട്ട് പുള്ളിയുടെ ആക്സസിലോട്ട് വരുമ്പോ പുള്ളി പെട്ടെന്ന് ക്യാരക്ടറിലേക്ക് കയറും. അതായത് സീരിയസ് ഷോട്ടിലൊക്കെ എന്നിട്ട് ചിലപ്പോൾ ഓപ്പോസിറ്റ് വന്നിട്ട് ഇങ്ങനെ കൊഞ്ഞനം കുത്തും. അപ്പൊ തിരിച്ചു 99% ഓഫ് ദ ടൈം നമ്മൾ എന്തെങ്കിലും മാക്സിമം നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നതല്ല, നമ്മൾ നമ്മളായിട്ട് നിന്നാൽ മതി. സോ അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, ഇപ്പൊ ചിരിപ്പിച്ചാലും അപ്പൊ നമ്മളൊരു റിലാക്സ്ഡ് ആയിട്ട് ആക്ഷൻ പറയുമ്പോൾ അതായിരിക്കും ചിലപ്പോൾ വർക്ക് ആവുന്നത്. ചോദിക്കട്ടെ, ഇപ്പൊ ഒരു നടൻ എന്ന രീതിയിൽ നിങ്ങൾ ഒരു കാലഘട്ടം വരെ
നല്ല സിനിമകളുടെ ഭാഗമാവാൻ, നല്ല ക്യാരക്ടർ ചെയ്യുക, ആ ക്യാരക്ടറിന് അവാർഡ് കിട്ടുക, പിന്നീട് ആ സിനിമ കണ്ട ആളുകൾ അടുത്ത സിനിമയിലേക്ക് വിളിക്കുക എന്നൊരു പാറ്റേൺ ആയിരുന്നല്ലോ. ഇപ്പൊ എന്ന് വെച്ചാൽ സിനിമക്ക് അപ്പുറം ഈ സെൽഫ് പ്രൊമോഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുക? അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇമ്പോർട്ടന്റ് ആണ്. ഞാനത് തീരെ ചെയ്യാത്ത പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലും ഇല്ല. സോഷ്യൽ മീഡിയയിൽ ആ മസ്താനി പുള്ളിനെ പറ്റി സെർച്ച് ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല. ഞാൻ അതിനുള്ള ഇട കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. മസ്താനി അങ്ങോട്ടാ മെസ്സേജ് അയക്കാറുള്ളത്. ആ ഒരു ബ്രാൻഡിങ്ങിൽ ഐ എം നോട്ട് ദാറ്റ് ഗ്രേറ്റ്. എനിക്ക് എപ്പോഴും തോന്നിട്ടുള്ള കാര്യമാണ് ലൈക്ക് സെൽഫ് പ്രൊമോട്ടിങ് അറിയാത്തൊരു അത് എങ്ങനെ ഇപ്പൊ ഷൈൻ ചേട്ടൻ അത് എന്തെങ്കിലും ഒരു സംഭവം നമ്മള് മുമ്പ് പരിചയമുണ്ട്. ഇത്രയും പരിചയം സോഷ്യൽ മീഡിയയില് ഷൈൻ ചേട്ടൻ കൂടെ അഭിനയിക്കുന്നതിനേക്കാളും മുമ്പ് ഞാൻ ഷൈൻ ചേട്ടൻ അനിയന്റെ കൂടെയാണ് എന്റെ ഫസ്റ്റ് ഫിലിം അഭിനയിച്ചത്. ഈവൻ എന്തിനാ മറ്റേ സാധനം കഷ്ണം തോന്നുമ്പോ അത് ഇങ്ങനെ ഇടുന്ന വീഡിയോ എന്തൊരു ഹിറ്റായിരുന്നു. അതെ മനസ്സിലായ? എനിക്ക് മനസ്സിലായ? എനിക്ക് മനസ്സിലായി. അത് തനിക്കറിയില്ല. താൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാതായിരുന്നു അതൊക്കെ മിസ്സാവും. ഈ ചോദ്യങ്ങൾ ഇപ്പൊ കൂട്ടുകാർക്കിടയിലോ അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട്, ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തതുകൊണ്ട് എന്ന ചോദ്യം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ടുണ്ട്. ഫേക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയോ? ചോദിച്ചാൽ തന്നെ അങ്ങനെയല്ല, ഒരു സ്പാം അക്കൗണ്ട് പോലെ ഇൻസ്റ്റാഗ്രാം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. ഒരു അക്കൗണ്ട് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ അത് പറയില്ല. പറഞ്ഞു അതെന്തിനാ പറയണത്? എനിക്ക് മൂന്നൊക്കെ ഒറ്റ അക്കൗണ്ട് ഉള്ളൂ. പക്ഷെ അത് തന്നെ മതി. പക്ഷെ ടീക്ക് ഒരുപാട് അക്കൗണ്ട് ഉണ്ട്. ശരി, ഒരുപാട് ചോദ്യം ചോദിക്കണമെന്നുണ്ട്. പക്ഷെ പ്രസ് മീറ്റ് ആയിട്ട് ആൾക്കാർ പ്രസ് മീറ്റ് അല്ല, എന്താ ട്രെയിലർ ലോഞ്ച് എന്തോ ഉണ്ട്. ഓക്കെ, ട്രെയിലർ ലോഞ്ച്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും എന്തോ ഉണ്ട്. ഫസ്റ്റ് പോസ്റ്റർ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ. ലൈക്ക് അത് എനിക്ക് ഗ്യാരണ്ടി ഞാൻ ഇപ്പൊ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളും ഹൊറർ ഫിലിംസും കാണുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് കണ്ടത് പോപ്സ് എക്സോർസിസ്റ്റ് എന്ന് പറയുന്ന പടം ഈ അടുത്ത് കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഹോളിവുഡ് ലെവലില് അവരുടെ മേക്കിംഗ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. നമ്മളുടെ ഒരു പാലറ്റ് ഉണ്ട്, അതായത് ഹൊറർ ഫിലിംസ് ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ അത് ഒരുപാട് ബ്രേക്ക് ആയി. പണ്ടത്തെ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ അത് ബ്രേക്ക് ആയെങ്കിലും ഇതിലൊരു വൈബ് ഉണ്ട്. ലൈക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത്, ആ ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഇതില് കഥയാണെങ്കിലും ആക്ടേഴ്സിന്റെ പരിപാടികളാണെങ്കിലും എല്ലാം ഒരു ഇന്റർനാഷണൽ ലെവലില് എന്ന് പറയാം. പക്ഷെ അത് അങ്ങനെ തന്നെ വന്നോളൂന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. നാളെ എന്നെ വലിച്ചു കയറരുത്. ഇല്ല ഗബ്രി പറയുന്നതൊക്കെ ബീയിങ് ഗബ്രി ശരിയാണ്. നിങ്ങൾ ഏതാണ്ട് പറയുന്നൊക്കെ വിശദമായി ഒരു കാര്യത്തെ പറയുന്ന ഏതാണ്ട് ഒരുപോലെ. നിങ്ങൾ രണ്ടുപേരും കമൽ സാറിന്റെ ശിഷ്യന്മാരാണല്ലോ. ഗബ്രി സൽമാൻ ഖാന്റെ ആരാധകനാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? എനിക്ക് രൺബീറിനോടാ കൂടുതൽ. പിന്നെ സൽമാൻ ഖാന്റെ ബീയിങ് സാധനം എന്തിനാ നിങ്ങളെടുത്ത്? അത് ഞാൻ പണ്ടേ സൽമാൻ ഖാൻ ബീയിങ് ഗബ്രി. നല്ല ക്യൂട്ട് ഫോട്ടോ ആയിരുന്നു. ആരാധികമാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ലുക്ക് ആയിരുന്നു അത്. സൽമാൻ ഖാൻ ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഈ ഷൈജേട്ടാ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഒരു മിനിറ്റ് ഇതിന്റെ വേറെ എത്ര പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇതുവരെ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. ഞാൻ എന്തിനു മെസ്സേജ് അയക്കണം? നീ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ടാണ് ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ മെസ്സേജ് അയക്കുന്നത്. ആരാധികമാർ എത്ര പേരുണ്ടെന്നറിയോ ഷൈജേട്ടാ? ഞാൻ അതാ ഇവനെ ഫോളോ ചെയ്യണേ. ഇവന്റെ പുതിയ പെൺകുട്ടികളൊക്കെ വരും. അല്ല ഫോളോ ചെയ്തിട്ട് നമ്മളെ ഫോളോ ചെയ്യില്ല. നമ്മള് 10-45 വയസ്സായി. ഞാൻ നോക്കുമ്പോ ഷൈജേട്ടാ എല്ലാ പെമ്പിളേരും ഫോളോ ചെയ്യും. ഞാൻ ഫോളോ ചെയ്യണത് അതൊക്കെ അതെനിക്കറിയാം. ഷൈജേട്ടാ പറ ലാസ്റ്റ് ഡയലോഗ്. ഇതിലൊരു പ്രയത്തെ ഒഴിപ്പിക്കുന്ന ഒരു ഡയലോഗ്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല പ്രയത്തിൽ ഒഴിപ്പിക്കുന്ന. ഇവനാണ് കൂടുതലായി കേട്ടിട്ടുള്ളത്. കാരണം ഇവന് ഇന്നോമിന്ന ഫാക്ടറീസ് അതിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാ? അതൊക്കെ ലാറ്റിനാ. അവിടെ വികാരി ലാറ്റിനാന്ന് തോന്നുന്നു. ലാറ്റിൻ അല്ലേ അത്? നീയാണ് പറഞ്ഞു ലാറ്റിനാണെന്ന്. ഞാനല്ല. ചേട്ടാ അത് ലാറ്റിനല്ലേ? ഞാൻ വേണമെങ്കിൽ സ്വർഗസ്നായ നന്മ പറഞ്ഞു പറയുമ്പോ ചൊല്ലി കേൾപ്പിക്കാം. മലയാളത്തിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. സ്വർഗസ്നായ അറിയോ? സ്വർഗസ്നായ അറിയോ? ഓക്കെ, അപ്പൊ എന്തായാലും സിനിമ ഒരു വലിയ വിജയമാവട്ടെ. കാരണം ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് നല്ലൊരു സിനിമയാണ്. അപ്പം ഇത് കഴിഞ്ഞാൽ ഇവരൊന്ന് മഷിട്ട് നോക്കിയാൽ പോലും കാണൂല. സിനിമ കാണുന്നതല്ല, തന്നെ കാണൂല. അതങ്ങനെ അടുത്ത ഇന്റർവ്യൂവിന് കാണാം. അപ്പൊ ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ മനസ്സിലായി. അപ്പൊ മാത്രമേ സംസാരിക്കൂ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. പുള്ളിയുടെ കല്യാണം കഴിഞ്ഞ് കൊച്ചായി അറിയില്ല. അതെനിക്കറിയാം. അതെങ്ങനെ അറിയാം? നിങ്ങൾ സോഷ്യൽ മീഡിയ ഇല്ല, നിങ്ങൾക്ക് പുള്ളിയായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? ചേട്ടന്റെ കല്യാണ വീഡിയോ ഒക്കെ ഭയങ്കര ഞാൻ കല്യാണ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതെവിടെ വന്നപ്പോ
യൂട്യൂബിൽ എന്തിനാ ഇവരൊക്കെ കാണിച്ച് എല്ലായിടത്തും അറിയിക്കണല്ലേ? ഞാൻ കല്യാണം കഴിച്ച് നിങ്ങൾ അറിയണ്ട? ഇല്ല ഇല്ല, എനിക്കൊരു കൊച്ചുണ്ട് 11. എനിക്ക് മോനെ അറിയാം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അറിയണല്ലേ, അല്ലാതെ ഒന്നും അറിയില്ലല്ലോ. നിങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയ തന്നെ എല്ലാം ഉണ്ടല്ലോ. പക്ഷെ കല്യാണത്തിനെ കുറിച്ച് അധികം ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. രണ്ടാമത് അച്ഛനായത് ഈ സിനിമയില. അതെ അതെ. പക്ഷെ ആ ഒരു ഇത് കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. കാരണം ഞങ്ങള് അച്ഛനാണതാ ഞാൻ പറഞ്ഞില്ല, അച്ഛനായോട് 15 വയസ്സുള്ള രണ്ടാമത് അച്ഛനാവുന്നത് ഈ സിനിമയിലല്ലേ? ഈ ലുക്ക് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതല്ലേ പറഞ്ഞ ലുക്ക് വിടുന്ന പരിപാടിയാണെന്ന്. ഫസ്റ്റ് ലുക്ക് ക്യാമറമാൻ കൈയും കാലും കാണിക്കുന്നത്. ആരെ ക്യാമറമാൻ കൈയും കാലും കാണിക്കണം? ഭയങ്കര ഓളുടെ കൈയും കാലും ആദ്യം മുതലേ കാണണ്ടല്ലോ. ഇതിലൊരു ക്യാമറമാൻ ഉള്ളൂ? അതെ, അവിടെ ഒരാളുണ്ട്. ഈ പുള്ളി കാണിക്കണ്ടോ കൈയും കാലും? ഉണ്ട്. ഞാനാ കണ്ടോണ്ടിരിക്കണേ. അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നു. അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് അതുപോലെ താൻ വെയിറ്റ് ചെയ്തില്ല കുറെ നേരം. അത് ശരിയാ ചേട്ടാ. ഷൈൻ ചേട്ടൻ മാത്രം ഇത് നോട്ട് ചെയ്ത് പറയാറുള്ളൂ. ഞാൻ പെൺകുട്ടികളുടെ കാര്യമൊക്കെ നോക്കും. താങ്ക് യു ഷൈൻ ചേട്ടാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.